సోసేకి అక్కిరవ్వ మాదిరి ఉంటాడే నా సామే మెత్తాని పత్తి పువ్వుల మరి సంటోడే నా సామే അത് ഡിഫറെന്റ് സംഭവം. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് പുഷ്പ ദ റൂൾ മൂവിയിൽ ദ സെക്കൻഡ് സിംഗിൾ ആണ് വന്നിരിക്കുന്നത്. യെസ്, സൂസേഗി എന്നാണ് സോങ്ങിന്റെ പേര് അവർ ഇട്ടിരിക്കുന്നത്. പക്ഷെ ലിറിക്കലാണ്. അത് മാത്രമല്ല കപ്പിൾ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പ്രൊമോ സോങ് എന്താ പറയുക, എന്തൊരു പ്രൊമോ പോലത്തെ ഒരു സംഭവം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് 1 or 2 weeks ബിഫോർ. അപ്പൊ അത് വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഐ വാസ് സർപ്രൈസ്. ലൈക്ക് അവരുടെ ഡ്രസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു കോസ്റ്റ്യൂം വാസ് നോട്ട് ടച്ചിങ് വിത്ത് ദ മൂവി. അതാണ് കാരണം നമ്മൾ കാണുന്ന ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ അല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ പോസ്റ്റേഴ്സും സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇതൊരു പ്രൊമോ സോങ് ആണോ എന്നുള്ള ഒരു കാര്യത്തിൽ ഡൗട്ടും ഉണ്ട്. എസ്പെഷ്യലി ദ തംബ്നെയിൽ ഓഫ് ദ സോങ് ഓൾസോ ഏകദേശം അതേ വൈബ് തന്നെയാണ്. അപ്പൊ വി ഹാവ് ടു വാച്ച് ആൻഡ് നോ ലൈക്ക് എന്താണ് ഇത് ശരിക്കും മൂവിയിൽ ഉണ്ടാവോ. ബിക്കോസ് മൂവി എന്ന് പറയുന്നത് കുറച്ചൊരു ടോൺ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ ചിലപ്പോ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് സോങ്ങും രണ്ടാമത്തെ സോങ്ങും തമ്മിൽ നല്ല ഡിഫറൻസ് ആ ഒരു തംബ്നെയിൽ തന്നെ കാണാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. DSP ആണ് മ്യൂസിക്, അതുപോലെ തന്നെ ശ്രേയ ഘോഷാലാണ് പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് നേരെ സോങ് എടുക്കാം. റെഡി? విడుమొరటోడు అని వాళ్ళు వీళ్ళు ఎన్నెన్ని అన్న పసి శ్రేయా ఘోషాల్. సుకుమార్. విడుముండోడు అని ఊరు వాడ అనుకున్న లొకేషన్ స్టిల్స్ నాకు నవాడు లొకేషన్ స్టిల్స్ ఉపయోగించేക്കുന്നത്. మాట పెడుసైనా మనసులో వెన్న రాయిలా ఉన్నవాడిలోన దేవుడెవరికి తెలుసును నాకన్నా సూసేకి అగ్గిరవ్వ మాదిరి ఉంటాడే నా సామే. ഓ സാമിയുടെ ഇതുണ്ടല്ലോ ചെറുതായിട്ട്. സാമി വൈബ്. మెత్తాని పత్తి పువ్వుల మరి సంటాడే ആക്ച്വലി ആ ഒരു പ്രാക്ടീസ് സെഷൻ. എല്ലാരും കാണിക്കുന്നുണ്ട് ആ ഒരു ബീറ്റ് അല്ലേ, നൈസ് ബീറ്റ്. ఎర్రబడ్డ కళ్ళలోన కోపమే నీకు తెలుసు, కళ్ళలోన దాచుకున్న చెమ్మ నాకే తెలుసు. కోరమీసం రుబ్బుతున్న రోషమే నీకు తెలుసు, మీసమెనక ముసురుకున్న ముసినవ్వు నాకు తెలుసు. అడవిలు So they are just showing dance. Exactly that location, our joyful location. ഒരു ഡിഫറെന്റ് എക്സിക്യൂഷൻ ആണ്. ശ്രീവല്ലിയൊക്കെ പറയുന്നുണ്ട്. సోసేకి అక్కిరవ్వ మాదిరి ఉంటాడే నా సామే. మెత్తాని పత్తి పువ్వుల మరి సంటోడే నా సామే. അത് ഡിഫറെന്റ് സംഭവം. അല്ലേ? ഒരു ഗ്രാമമായ ഒരു വില്ലേജ് വൈബ് അല്ലേ ടോട്ടലി ആ ഒരു മ്യൂസിക്കിന്. എക്സാക്ട് വീഡിയോ ഒന്നുപോലും കാണിച്ചില്ല. గొప్ప గొప్ప ఇనాములనే ఇచ్చి వేసే నవాబు, నన్ను మాత్రం చిన్ని చిన్ని ముద్దులడిగే గురువు. పెద్ద పెద్ద పనులు ఎక్కడ some other movie. ఎక్కడుందో
ఏమంటాడు చూడు బయటికి వెళ్ళి ఇందరెందరినో ఇందిరించేది దొరగారు నేనే తనకి ఎదురెళ్ళకుండా బయటికి వెళ్ళరు శ్రీవారు సోసేకి అగ్గిరవ్వ మదిరి ఉంటాడే నా సోమే ఇట్టాంటి మంచి మొగుడు పెళ్ళైన మహారాణి ഡയറക്ടർ ഡാൻസിങ് ആ ഒരു സ്റ്റെപ്പാണ് സൂപ്പർ ബ്രില്യന്റ് എക്സിക്യൂഷൻ എന്ന് ഞാൻ പറയും ബിക്കോസ് ദേ ആർ നോട്ട് ഈവൻ എന്താ പറയുക ഗിവൺ എനി ക്ലിപ്സ് ആക്ച്വൽ ക്ലിപ്പ് ആൻഡ് ഡിഫറെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോ ഇറ്റ്സ് നോട്ട് ദി ആക്ച്വൽ വൺ നമ്മൾക്ക് അതിന്റെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ല ഇതില് ഇല്ല കാരണം വെച്ചാൽ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിലും വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് എപ്പ കാണിക്കുന്നുള്ള സംഭവം ബട്ട് ദേ ഹാവ് നോട്ട് ഷോട്ട് ബട്ട് ആ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചേക്കാണ് നമുക്ക് വി ഹാവ് ടു സീ ഇൻ ദ തിയേറ്റർ ആൻഡ് എസ്പെഷ്യലി DSP മ്യൂസിക് എടുത്ത് പറയേണ്ടത് ദാറ്റ് വൈബ് ആ ഒരു ശ്രീവല്ലി വൈബില് അതിന്റെ ഒരു വേറൊരു വേർഷൻ അതുക്കും മേലെ ഒരു വൈബാണ് ശരിക്കും നമുക്ക് ആ ഒരു ഭയങ്കര ഒരു സൂതിങ് ഒരു വില്ലേജ് ഫീൽ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് സോങ് എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് ആ ഒരു ബീറ്റ് ടിക് ടാക് ടിക് ടാക് ടിക് ടാക് ആ ഒരു സാധനമില്ല അതിൽ കേൾക്കുന്ന സമയത്ത് ആ ഒരു മൂഡിലോട്ട് ആ പ്രത്യേകിച്ച് ആ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്കും ആ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ശ്രേയ ഘോഷാൽ മാം ഒരു രക്ഷയില്ലാണ്ട് ആ പാട്ട് പാടിയിട്ടുണ്ട് നല്ല രസത്തിലല്ലേ ഭയങ്കര ഒരു ഫീൽ ഉണ്ട് ആ ഒരു സോങ്ങിന് ശരിക്കും. ആ ഒരു കപ്പൽ എനിക്ക് തോന്നുന്ന their life might be showcasing in the song അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ആ പോകുന്നത്. പക്ഷെ എന്താ വെച്ചാൽ അതിലിങ്ങനെ കേൾക്കാൻ വേണ്ടിട്ട് നമ്മൾ പറയില്ല ഇറ്റ്സ് സോ സൂതിങ് എസ്പെഷ്യലി ഹർ വോയിസ് ആൻഡ് മാച്ചിങ് വിത്ത് ദാറ്റ് ബീറ്റ് എവറിത്തിങ്. ആക്ച്വലി വി ആർ ഫീലിംഗ് ലൈക്ക് ഈ ഒരു സോങ് എന്ന് പറയുന്ന വേറൊരു മൂവിയിലെ സോങ് പോലെ കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ആ ഒരു ലൊക്കേഷനിൽ ആ ഒരു വൈബ് മൊത്തം കാണിച്ചതും അതിൽ തന്നെ നമുക്ക് നല്ലൊരു ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല അല്ലു അർജുൻ ആ ഒരു മാൻഡറിസംസ് ഒന്നും എടുത്തില്ല. ആകെ 1-2 സ്ഥലത്ത് മാത്രം മറ്റേ സംഭവം മാത്രമേ കാണിച്ചതല്ലേ. Still we are not feeling that is Pushparaj. നോട്ട് പുഷ്പരാജ് ആൻഡ് ശ്രീവല്ലി. അവരെ വേറെ ഒരു മൂവിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ലൈക്ക് ദേ ആർ ലൈക്ക് എൻജോയിങ് മൊമെന്റ് ഓഫ് ദ സെറ്റ്സ് അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ അതാണ് ശരിക്കും നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലൊരു എക്സിക്യൂഷൻ തന്നെ കേട്ടോ. ഞാൻ അതേ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ സെക്കൻഡ് സിംഗിൾ ആൻഡ് ഓൾ വി വുഡ് ബി എക്സ്പെക്ടിങ് ഓക്കെ ഇറ്റ് വുഡ് ബി ലിറിക്കൽ എന്ന് പറഞ്ഞാലും there would be some scenes from that song അല്ലേ. At least 1 or 2 clips they will be showing. No, last time also. No clip, zero clip, but 100% satisfaction. There is the zero clip from there. ആ ഒരു സംഭവത്തിൽ ആ ഒറിജിനൽ സോങ്ങിന്റെ 0 ക്ലിപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ഇതിന്റെ അകത്ത് നമുക്ക് ആ ഒരു വിഷ്വൽ അവർ തന്നല്ലോ. വേറെ രീതിയിൽ വിഷ്വൽ തന്നു. കാരണം പൊതുവെ ലിറിക്കലിന് എങ്ങനെ വരിക പിക്ചേഴ്സ് വന്നിട്ട് അതിന്റെ ലിറിക്ക് എഴുതി കാണിക്കും. ദാറ്റ്സ് വെരി കോമൺ. അതിപ്പോ എല്ലാവരും ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് തുടങ്ങി. പക്ഷെ ഇതിലെന്ന് പറയുന്നത് ശരിക്കും ആൻഡ് ഭയങ്കര രസമുണ്ട് കേട്ടോ. അത്രേ പറയാനുള്ളൂ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു പുഷ്പയുടെ വേറൊരു ലെവൽ ബീറ്റും സംഭവങ്ങളും വൈബൊക്കെ ആയിരുന്നെങ്കിലും ഇതിലെന്ന് പറയുന്നത് ആ ഒരു ശരിക്കും ഇവര് പറയുന്ന പോലെ കപ്പിൾ സോങ് ഓഫ് ദ ഇയർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് നല്ലോണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സോങ്ങിന്റെ. ആൻഡ് director Sukumar also like he was also dancing like oh my god ആ ഒരു മൊമെന്റ് ഒക്കെ nobody would show much അല്ലേ. അതാണ് everyone is enjoying. അതാണ് സംഭവം. അത് കറക്റ്റ് ആയിട്ട് തന്നെ പ്രത്യേകിച്ച് മ്യൂസിക് ഡയറക്ടർ അടക്കം അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ എല്ലാ ഒരു ഗ്യാങ്ങിനെ മൊത്തത്തിൽ നമ്മൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ഇതിന്റെ ശരിക്കും ഐ ആം വെയിറ്റിംഗ് ഫോർ ദ ആക്ച്വൽ അതായത് വീഡിയോ സോങ്. അതെന്തായാലും മൂവി വന്നു കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. അത് ഇപ്പൊ എന്തായാലും അവർ ഇറക്കില്ല. കാരണം they don't want to show little bit of it also. Like last time also like even I was doubting whether it is from the same movie clip. പുഷ്പയിലും കുറെ ക്ലിപ്സ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. അത് മൂവിയിൽ തന്നെ ആണോ എന്നുള്ളൊരു സംഭവം. കാരണം മിനി സ്ക്രീൻ സംഭവങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. തിയേറ്ററിലുള്ള സംഭവം കാണിക്കുന്നത്. സോ ദിസ് ടൈം സംതിങ് ഡിഫറെന്റ് അവര് നമുക്ക് തരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ മൂവി ആൻഡ് മച്ച് മോർ സോങ്സ് ആൻഡ് അതർ തിങ്സ് ഫ്രം ദിസ് മൂവി. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അത്രയേ ഉള്ളൂ.